ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ജാസ്മിന് വാണിംഗ് കൊടുത്തു പോയതാണ്. മൈക്കിടാതെ സംസാരിക്കരുത്, മൈക്കിടാതെ നടക്കരുത് എന്നൊക്കെ. എന്നാൽ മൈക്കിട്ടിട്ട് അത് പൊത്തിവെച്ച് സംസാരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എന്നാൽ അതിനെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നും അത് തന്നെയാണ് അവർ തുറന്നുകൊണ്ടിരിക്കുന്നത്. മൈക്ക് പൊത്തിവെച്ച് സംസാരിക്കുക, അതല്ലെങ്കിൽ കയ്യിൽ എഴുതി കാണിച്ച് സംസാരിക്കുക, ആംഗ്യം കൊണ്ട് സംസാരിക്കുക. ഇങ്ങനെ സംസാരിക്കാനല്ല ഇവരവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവർ പൈസയും കൊടുത്ത് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇതിനൊന്നുമല്ല. അപ്പോൾ ഇതിനെ ശക്തമായി ചോദ്യം ചെയ്യണം. പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന, ബിഗ് ബോസിനെ കബളിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. സംഭവം എന്താ വെച്ചാൽ ലൈവിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ ശ്രീധുവിനെയും നമ്മുടെ അർജുനെയും കുറിച്ചാണ് ഗബ്രിയും ജാസ്മിനും സംസാരിച്ചിരുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നമ്മളെക്കുറിച്ച് പറയുന്നത് പോലെ ശ്രീധുവും അർജുനും തമ്മിൽ എന്തോ ഉണ്ട് എന്ന് ഒരു സംശയം ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു. ഇത് പറയുകയല്ല ചെയ്യുന്നത്, കയ്യിൽ എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ എഴുതി കാണിക്കുന്നത് മനസ്സിലായപ്പം ഗബ്രി പറയുന്നു, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. ഇതൊക്കെ ഇവർക്ക് അങ്ങോട്ട് വായനോട് അങ്ങോട്ട് സംസാരിച്ച പോരെ. പക്ഷേ ഇത് വായനോട് സംസാരിക്കാതെ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ കയ്യിൽ എഴുതി കാണിക്കുക, അല്ലെങ്കിൽ ആംഗ്യം കാണിച്ച് പറയുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നതിന് പകരം ഇങ്ങനെ കബളിപ്പിച്ച് എഴുതി കാണിച്ച് ജനങ്ങളെയും ഷോയെയും അപമാനിക്കുന്ന ഒരു രീതിയാണ് ഇവർ വെച്ച് പുലർത്തുന്നത്. ഇത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.